കവിയുടെ ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കൂട്ടുകറിയാണ്. ഇതിനായി നമ്മൾ പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. കുമ്പളങ്ങ നുറുക്കിയത്, ചേന ചെറിയ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്, 2 ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയത്, കപ്പ കഷ്ണങ്ങളാക്കിയത്, പച്ചക്കായ ഒരു 2 കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കുറേ കഷ്ണങ്ങളുള്ളതുകൊണ്ട് കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു വലിയ ഉള്ളി, 3 തക്കാളി അരിഞ്ഞെടുത്തതാണ്, 4 പച്ചമുളക് നെടുകെ കീറിയെടുത്തത്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഒരു 2 ടീസ്പൂൺ ഉണ്ടാവും. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ചുണ്ടാക്കുന്നവർ അതിനനുസരിച്ച് ഓരോ കഷ്ണങ്ങളുടെ റേഷ്യോയിൽ വ്യത്യാസം വരുത്തിയാൽ മതി. ആവശ്യമായ വെള്ളം ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായി ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകി എടുത്തിട്ടുള്ളതാണിത്. നമ്മൾ കൂടുതൽ കറി ഉണ്ടാക്കുന്നതാണ് കൂടുതൽ തേങ്ങ എടുത്തിട്ടുള്ളത്. ഒരു 12-15 ചെറിയ ഉള്ളിയാണ്, ചെറുതാണ്. കൂടുതലായിട്ട് തേങ്ങ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ഉള്ളി എടുത്തിട്ടുള്ളത്. 1.5 സ്പൂൺ വലിയ ജീരകം. ഇനി ആവശ്യമായ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. കുറച്ച് കറി ഉണ്ടാക്കുന്നവർ കുറച്ച് തേങ്ങ എടുത്താൽ മതി, നിങ്ങൾ കറിക്കനുസരിച്ച് എടുക്കുക. അപ്പോൾ നമ്മൾ അരപ്പ് നന്നായിട്ട് തയ്യാറായിട്ട് ഉണ്ട്. ഇനി നമ്മൾ കറി എന്തായാലും നോക്കാം. കറിയിലെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടെന്ന് തോന്നുന്നു. എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് സാധാ കൂട്ടുകറിയിൽ ചേർക്കാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുകയാണ്. സദ്യക്കൊന്നും നമ്മൾ ഉണ്ടാക്കുന്ന കൂട്ടുകറിയിൽ വെജിറ്റേറിയൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ബീഫ് വേവിച്ചതിൻ്റെ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ബീഫ് നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. അല്ല, നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഈ സ്റ്റോക്ക് നന്നായിട്ട് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മുന്നേ ചേർത്ത് കൊടുക്കുന്നത്. കഷ്ണങ്ങൾ ഇപ്പം തന്നെ ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് വെന്തതുകൊണ്ട് ഉടഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർക്കാത്തത്. നിങ്ങൾക്ക് കിട്ടുന്ന ബീഫിനനുസരിച്ചാണ്, ചിലത് നല്ല ഉറപ്പുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ ചെയ്യാം. നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെക്കാം. ചിക്കൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കഷ്ണങ്ങളെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം വേവിക്കൊന്നും ചെയ്യുന്നില്ല. ബീഫിന് കൂടുതൽ വേവായതുകൊണ്ടാണ് ആദ്യം വേവിക്കുന്നത്. അപ്പോൾ നല്ല സ്റ്റോക്കും കഷ്ണങ്ങളും നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും നല്ല ടേസ്റ്റാണ് കറിക്ക്. ഇനി ഇത് വെജിറ്റേറിയൻ ആയിട്ട് കൂട്ടേണ്ടവർക്ക് ഇറച്ചി ഉപയോഗിക്കാതെ ഉണ്ടാക്കാം. എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. നമുക്കിതൊന്ന് നന്നായിട്ട് തിളച്ച് മിക്സായിട്ട് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം.
ബീഫും എല്ലാ കഷ്ണങ്ങളും എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കുക. അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഗരം മസാല പൊടിച്ചതാണ്. 1 ടീസ്പൂൺ ഗരം മസാല. കൂടുതൽ ചേർക്കണ്ട, 1 ടീസ്പൂൺ ഗരം മസാല തന്നെ മതി ഇത്രയും കറിയിലേക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് കറി വെക്കുമ്പോൾ കുറച്ച് ഗരം മസാല ചേർത്താൽ മതി. അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ടേസ്റ്റ് കൂടുതലായാൽ ഗരം മസാലേൻ്റെ ചുവ കൂടുതലായാൽ കറി രസമുണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കറി വറവിട്ടെടുക്കുകയാണ്. വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഉള്ളി നല്ല ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറവിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറുക്കും എത്ര കൂട്ടിയാലും ഒരു മതിയാവാത്തൊരു കറിയാണ്. ഒരു മടുപ്പ് വരാത്തൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.